വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടുമൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് ഭരണവിരുദ്ധ വികാരമായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ചേലക്കരയിലെ വിജയമായിരുന്നു. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വോട്ട് കുറവ് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതിവാദമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ തീരുമാനത്തെ ഒരു സർവേയായി പരിഗണിക്കുകയാണ് എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ ഒരു കരട് രൂപം പോലെ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം കണക്കിലാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 31 വാർഡുകളിലായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അതിൽ 31 ഇടങ്ങളിൽ UDF വിജയിച്ചത് 17 ഇടങ്ങളിൽ, UDF 16 LDF 11 NDA 3 സ്വതന്ത്രൻ 1. അതായത് LDFനേക്കാൾ 5 ഇടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കി UDF. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ ചില വാർഡുകളിൽ ഉണ്ടാക്കിയ UDFന്റെ വിജയത്തോടുകൂടി 3 പഞ്ചായത്തുകളിൽ LDFന് ഭരണം നഷ്ടമാവുകയും അവിടെ UDF ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതായത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കുള്ളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫല സൂചനയാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് വരുമ്പോൾ LDFന് നഷ്ടമായ 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ തൃശ്ശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചമ്പാറ, ഇടുക്കിയിലെ കരിമണ്ണൂർ. ഇതിൽ തൃശ്ശൂരും പാലക്കാടും ഒക്കെ BJPക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണെങ്കിൽ പോലും തൃശ്ശൂരിലെ നാട്ടിക ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടതു കോട്ടയായിരുന്നു. ആ ഇടതു കോട്ടയിലേക്ക് ഇടിച്ചു കയറുന്ന തരത്തിലേക്കുള്ളൊരു വിജയമാണ് UDF കരസ്ഥമാക്കിയിട്ടുള്ളത്. പാലക്കാട്ടെ തച്ചമ്പാറയും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതുപോലെ തച്ചമ്പാറയിലെ ഒരു ഇടതു നേതാവ് കൂറുമാറി BJPയിലേക്ക് പോയതോടുകൂടി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെയും LDFനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് UDF അവിടെ വിജയിച്ചു വരുന്നു. അങ്ങനെ BJPയിലേക്ക് പോയ നേതാവ് BJP രാജിവെക്കുകയും ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷങ്ങൾ പരിഗണിക്കുമ്പോൾ BJPക്കുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും LDFനെതിരായുള്ള ഭരണവിരുദ്ധ വികാരവും ഒക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി താഴെത്തട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അടുത്തത് ഇടുക്കിയിലെ കരിമണ്ണൂരാണ്. ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തും തൃശ്ശൂരിലെ നാട്ടികയും പാലക്കാട്ടെ തച്ചമ്പാറയും എല്ലാം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളായി മാറിയിരിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ. ഇനി ഓരോ പഞ്ചായത്തുകളും എടുത്താൽ നാട്ടികയിൽ LDFന് നേരത്തെ ഉണ്ടായിരുന്നത് 6 സീറ്റുകളായിരുന്നു, ഇപ്പോൾ 5 സീറ്റുകൾ. UDFന് 5 സീറ്റുകളായിരുന്നു, ഇപ്പോൾ 6 സീറ്റുകൾ. BJP നേരത്തെ ഉണ്ടായിരുന്ന 3 സീറ്റുകൾ എന്ന കണക്ക് ഇപ്പോഴും നിലനിർത്തുന്നു. കരിമണ്ണൂർ പഞ്ചായത്തിലേക്ക് കിടക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂരിൽ ഒരു സ്വതന്ത്രൻ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ ടോസിങ്ങിലൂടെ ഇടതുപക്ഷത്തിന് ലഭിച്ച ഭരണമാണ് ഇടുക്കി കരിമണ്ണൂരിൽ ഇപ്പോൾ LDFന് നഷ്ടമായിട്ടുള്ളത്. അത് UDFന് ലഭിച്ചിട്ടുള്ളത്. LDF സ്വതന്ത്രൻ കൂറുമാറിപ്പോകുന്നു, അദ്ദേഹം അങ്ങനെ അയോഗ്യനാകുന്നു. അങ്ങനെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുന്നു. LDFനും UDFനും ഉണ്ടായിരുന്നത് 7 സീറ്റുകളായിരുന്നു, ഇപ്പോൾ UDFന് 8 സീറ്റും LDFന് 6 സീറ്റും. പാലക്കാട് തച്ചമ്പാറയിലേക്ക് വരുമ്പോൾ LDFന് 8 സീറ്റുകളായിരുന്നു, ഇപ്പോൾ UDFന് 8 സീറ്റ്. UDFന് 7 സീറ്റുകളായിരുന്നു, ഇപ്പോൾ LDFന് 7 സീറ്റ്. ഇനി LDF ചില വാർഡുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. LDF പിടിച്ചെടുത്ത വാർഡുകൾ 4 വാർഡുകളാണ്. അതിൽ 3 വാർഡുകളും കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെയാണ്. കൊല്ലത്തെ തേവലക്കര, കൊല്ലം നടുവിക്കര, കൊല്ലം തേറ്റുമുറി, കോട്ടയം അതിരമ്പുഴ, ഇങ്ങനെ 4 വാർഡുകളിലാണ് LDF സീറ്റ് പിടിച്ചെടുത്തത്. ഇതിൽ 4ൽ 3 കൊല്ലമാണ്. സ്വാഭാവികമായും കൊല്ലത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ, ആ ഏരിയ സമ്മേളനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ, ജില്ലാ സമ്മേളനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി കൊല്ലം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത LDFനുണ്ട്. എന്തായാലും ഈ വിജയം LDFനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം കൂടിയാണ്. മറ്റൊന്ന് ആലപ്പുഴ പത്തിയൂരാണ്. ആലപ്പുഴ പത്തിയൂരിന് പ്രാധാന്യമേറെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം വിട്ട് BJPയിലേക്ക് പോയ ബിപിൻ സി ബാബുവിന്റെ വീട് ഉൾപ്പെടുന്ന ആലപ്പുഴ പത്തിയൂരിലും ഇടതുപക്ഷ കോട്ട തകർത്തുകൊണ്ട് അവിടെ UDF മിന്നുന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ്. UDF പത്തിയൂരിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു. 3 പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന്റെ 9 സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു അട്ടിമറി വിജയം തന്നെയാണ് UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. എന്തായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുമുള്ള ഒരു വിജയമായി പരിഗണിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും അണികളും വോട്ടർമാരും ഒക്കെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ അനുകൂലിക്കുന്നത് UDF അനുകൂല സർക്കാരിനാണ് എന്ന ഒരു സ്ഥിതിവിശേഷവും സൂചനയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്.